നമസ്കാരം. കൗതുക കണ്ണാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ഒളിച്ചുകളി കളിക്കാറില്ലേ? ലോകത്തിലെ ഏറ്റവും മികച്ച ഒളിച്ചുകളി വീരനായ ഒരു പക്ഷിയെ കുറിച്ച് അറിയാമോ? ഇലപ്രാണികളെ പോലെ ഇവനും ഒളിച്ചു കളിക്കും. ഒരു ഉണങ്ങിയ മരക്കൊമ്പിലോ കല്ലിലോ ഇവൻ ഇരുന്നാൽ ആ മരത്തിന്റെ ഭാഗമാണെന്നേ നമ്മൾ കരുതൂ. അതാണ് പോട്ടു പക്ഷി. ഈ പക്ഷിയുടെ വിചിത്രമായ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? മധ്യ തെക്കേ അമേരിക്കയിലെ കാടുകളിലാണ് ഈ പക്ഷികൾ കാണപ്പെടുന്നത്. ഇവയുടെ ശാസ്ത്രീയ നാമം നൈറ്റിബിയസ് എന്നാണ്. ഇതിന്റെ രോമങ്ങൾ ഉണങ്ങിയ മരത്തോൽ പോലെയാണ് ഇരിക്കുന്നത്. പകൽ സമയത്ത് മരക്കൊമ്പുകളിൽ അനങ്ങാതെ കണ്ണടച്ചിരിക്കും. നോക്കുന്നവർക്ക് തോന്നും അതൊരു ഉണങ്ങിയ മരക്കൊമ്പാണെന്ന്. ശത്രുക്കൾ വരുന്നത് അറിയാൻ ഇവർക്കൊരു സൂപ്പർ വിദ്യയുണ്ട്. കണ്ണടച്ചിരുന്നാലും പുറം കാഴ്ച കാണാൻ ഇവയുടെ കൺപോളകളിൽ കുഞ്ഞു ദ്വാരങ്ങളുണ്ട്. ശരിക്കും ഒരു CCTV ക്യാമറ പോലെ. രാത്രിയായാൽ നമ്മുടെ പോട്ടു പക്ഷി ഉഷാറാകും. ഇവന്റെ രൂപം കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. വലിയ മഞ്ഞ നിറത്തിലുള്ള കണ്ണുകളും ഭയങ്കര വീതിയുള്ള വായയുമാണ് ഇവയ്ക്കുള്ളത്. ഇത്രയും വലിയ വായ എന്തിനാണെന്നറിയാമോ? രാത്രി പറക്കുന്ന പ്രാണികളെ വായ പൊളിച്ച് പിടിക്കാനാണ് ഈ വിദ്യ. വായ തുറന്നാൽ ഇവയുടെ മുഖത്തിന്റെ പകുതിയും വായ തന്നെയാണെന്ന് തോന്നും. കാണാൻ കുറച്ച് തമാശയും കുറച്ചു പേടിയും തോന്നുന്ന ഒരു രൂപമാണ്. പോട്ടു പക്ഷികളുടെ രൂപം കാരണം പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇവയെ ഗോസ്റ്റ് ബേർഡ് എന്ന് വിളിക്കാറുണ്ട്. ഈ പക്ഷിയുടെ ശബ്ദമാണ് ഏറ്റവും കൗതുകകരം. രാത്രിയിൽ കാട്ടിലൂടെ പോകുമ്പോൾ ആരോ കരയുന്നത് പോലെയോ അട്ടഹസിച്ച് ചിരിക്കുന്നത് പോലെയോ ഉള്ള ശബ്ദമാണ് ഇവർ ഉണ്ടാക്കുന്നത്. ബ്രസീലുകാർ ഈ പക്ഷിയെ പാവോ പാവോ എന്നാണ് വിളിക്കുന്നത്. കാരണം അതിന്റെ ശബ്ദം കേൾക്കാൻ അങ്ങനെയാണ് തോന്നുക. രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ കാട്ടിലൂടെ പോകുന്നവർ വല്ല പ്രേതമാണോ എന്ന് ഭയപ്പെട്ടേക്കാം. എന്നാൽ സത്യത്തിൽ അത് പാവം നമ്മുടെ പോട്ടു പക്ഷി പാട്ട് പാടുന്നതാണ്. കൂട്ടുകാരെ, നമ്മുടെ പോട്ടു പക്ഷിയെ പോലെ തന്നെ ഒളിച്ചിരിക്കാൻ മിടുക്കനായ മറ്റൊരു കൂട്ടുകാരനുമുണ്ട്. അതാണ് ഫ്രോഗ് മൗത്ത്. ഇവന്റെ വായ കണ്ടാൽ ശരിക്കും ഒരു തവളയുടെ വായ പോലെ ഇരിക്കും. നമ്മുടെ പോട്ടുവിനെ പോലെ തന്നെ ഇവനും ഭയങ്കര വീതിയുള്ള വായയാണ് ഉള്ളത്. രാത്രിയിൽ പറക്കുന്ന പ്രാണികളെ വായ പൊളിച്ച് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് പ്രകൃതി ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയും വലിയ വായ നൽകിയിരിക്കുന്നത്. നമ്മുടെ പോട്ടു പക്ഷി അമേരിക്കയിലാണെങ്കിൽ ഈ ഫ്രോഗ് മൗത്തുകൾ നമ്മുടെ കേരളത്തിലെ കാടുകളിലുമുണ്ട്. കേട്ടോ? പോട്ടുവിനെ പോലെ തന്നെ മരത്തടിയോട് ചേർന്ന് അനങ്ങാതെ ഒളിച്ചിരിക്കാൻ ഇവർക്കും നല്ല കഴിവാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഒളിച്ചുകളിക്കാരായ പോട്ടു പക്ഷിയുടെയും ഫ്രോഗ് മൗത്തിന്റെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ വലിയ കണ്ണുകളും വായയും ഒക്കെ കണ്ടപ്പോൾ കൂട്ടുകാർക്ക് എന്തു തോന്നി? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ രസകരമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു അത്ഭുതവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.